എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും പുതുപുത്തൻ അനുഭവങ്ങളിലേക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നാട് റോഡിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രഭാകരൻ്റെ മേലെ മുഴുവൻ ലഗേജും ലോഡ് ചെയ്ത് നമ്മൾ പതുക്കെ നമ്മുടെ എന്താ പറയുക കാശ്മീരിനോട് ബൈ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓൺ ദ റോഡിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം. നമ്മളെന്തായാലും നാട് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോഴുള്ള പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ട്, ഇവിടെ ഷോപ്പിയാൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ്. ശരിക്കും ജമ്മു പോകുന്ന വഴിക്ക് ഒരു റൈറ്റ് ടേൺ കയറി ഉള്ളിലോട്ട് കയറി വീണ്ടും തിരിച്ച് നമ്മൾ ഹൈവേയിലോട്ട് കയറണം, അതാണ് ഷോപ്പിയാൻ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടുത്തെ ഹോട്ടലുണ്ടായിരുന്ന നമ്മുടെ ബയ്യനോട് ചോദിച്ചപ്പോൾ ബയ്യ പറഞ്ഞു, എൻ്റെ മോനെ ജന്മം ചെയ്താൽ നീ അങ്ങോട്ടേക്കൊട്ടൊന്നും പോകരുത്, ഞങ്ങൾ ജമ്മുവിലുള്ളവർ തന്നെ അല്ല നമ്മൾ കാശ്മീരിലുള്ളവർ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പേടിയാണ്. കാരണം അവർ പുറത്തു നിന്നുള്ള വരുന്ന ആളുകളെയൊക്കെ അങ്ങനെ നല്ല രീതിയിൽ സ്വീകരിക്കില്ല, ചിലപ്പം വെടിയെല്ലാം കൊള്ളാം, അതുകൊണ്ട് നീ ആ ഒരു സൈഡ് പിടിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിപ്പോൾ നേരെ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇപ്പം ജമ്മു റൂട്ടിലേക്കാണ്. അനന്തനാഗാണ് ഞാനിപ്പോൾ ലൊക്കേഷൻ ഇട്ടേക്കുന്നത്, അനന്തനാഗ് വഴി ജമ്മുവിലേക്ക്, അതായത് നമ്മളിനി മല ഇറങ്ങി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കണ്ടല്ലോ ഈ ഒരു സ്ഥലം പരിചയമുണ്ട്, ഇതാണ് പാംപോർ എന്ന് പറയുന്ന സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ മരുഭൂമി പോലെയാണ് കിടന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസർ, അതായത് കുങ്കുമപ്പൂവിൻ്റെ പാടമാണ്. ഇതാ കുങ്കുമപ്പൂ ഈ ജമ്മുവിൽ നിന്ന് പോകുന്നതിന് കാശ്മീരിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ കുങ്കുമപ്പൂ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിക്കാൻ പോവുകയാണ് കേട്ടോ. അത് കണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കുങ്കുമപ്പൂ, ഇത് കണ്ടില്ലേ ഈ കളറിൽ കാണുന്ന കുങ്കുമപ്പൂവാണ്. ഇതിൻ്റെ ഈ ഒരു ചുവപ്പ് കളർ കണ്ടോ നിങ്ങൾ, 1, 2, 3 ഇതാണ് ശരിക്കും കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു സാധനമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ ചെടി കണ്ടോ നിങ്ങൾ, ചെറിയ ഉള്ളീൻ്റെ ഇതുപോലെ. ഇവിടെ ഇപ്പം ജസ്റ്റ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്. ഇത് നോക്ക് നിങ്ങൾ, ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇവിടെ. യെസ്, കുങ്കുമപ്പൂ ലക്ഷക്കണക്കിന് രൂപ കിലോയ്ക്ക് വിലയുള്ള പൂവാണ് കേട്ടോ ഈ നിങ്ങൾ കാണുന്നത് ഇവിടെ ഈ ഒരു പാടത്ത്. എന്തായാലും ഒരുപാട് സന്തോഷം. പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുങ്കുമപ്പൂ എനിക്ക് കാണിച്ചു തരാൻ പറ്റി. വായിൽ വരുന്നില്ല കുങ്കുമപ്പൂവ്. ഇനിയുണ്ടല്ലോ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഒരു 2-3 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാടം മുഴുവൻ വയലറ്റ് കളറിലായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ആ ഒരു ടൈമിൽ വരുന്നവർക്ക് ഇത് നമ്മുടെ ജമ്മു ശ്രീനഗർ ഹൈവേ ആണ്. ഈ ഒരു ഹൈവേയുടെ സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന കുങ്കുമപ്പൂക്കളും മഞ്ഞുമലകളും സുന്ദരമായ താഴ്വാരങ്ങളും ഒക്കെയുള്ള ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയായ കാശ്മീർ ഇന്നും അശാന്തിയുടെ നിഴലിലാണ്. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീരിലെ ഭീകരവാദം ഒരു ബിസിനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പല രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ഭീകരവാദ സംഘടനകൾക്കും ഭയം വിറ്റ് കാശുണ്ടാക്കുന്ന ആയുധ നിർമ്മാണ കമ്പനികൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ അവർക്ക് ആയുധങ്ങൾ വിൽക്കാനും പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു കച്ചവടം നടക്കത്തുള്ളൂ. കാശ്മീരിലെ അല്ലെങ്കിൽ ലഡാക്കിലൂടെയുള്ള ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലെ യാത്രയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം റോഡുകളുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച ഒരു മുന്നേറ്റം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല വിശാലമായ സൂപ്പർ ഫാസ്റ്റ് ഹൈവേകളും പിന്നെ തുരങ്കങ്ങളും വലിയ വലിയ പാലങ്ങളും മലകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ എന്തായാലും ഈ ഒരു ഭാഗത്തെ ഭരണ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു റൈഡർ, ഒരു യാത്രികൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ വളരട്ടെ, നമ്മുടെ ടൂറിസം, ഈ ഒരു റീജിയനിലെ ടൂറിസം വലുതാവട്ടെ, ഇവിടുത്തെ ആളുകൾക്കെല്ലാം ഒരുപാട് വരുമാനം കിട്ടട്ടെ. അങ്ങനെ ഇവിടെയുള്ള ചെറിയ ശതമാനം വിഘടനവാദ സ്വഭാവമുള്ള ആളുകളുടെയും മൈൻഡ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മുമ്പോട്ടേക്ക് പോകാം കേട്ടോ. നമ്മളുണ്ടല്ലോ ഹൈവേയിലോട്ട് കയറിയതിന് ശേഷം നമ്മളുടെ സ്പീഡ് പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററി വണ്ടിയുടെ കോൺവോയ് പാസിംഗ് ഉണ്ട്, അന്നേരം ഇപ്പം നമ്മളിങ്ങനെ പിടിച്ചിടും കേട്ടോ റോഡ് സൈഡിൽ. ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ അങ്ങനെ ഒരു ടണലിൻ്റെ അവിടത്തേക്ക് എത്തിയ കോസിഗണ്ട് ടണൽ എന്നാണ് മാപ്പിൽ കാണുന്നത്. പക്ഷേ മാപ്പിൽ ഈ ഒരു ടണലിൻ്റെ വഴി അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അടുത്ത് പണി കഴിഞ്ഞ ടണലാണ് പോകുന്നത്. ശ്രീനഗർ ജമ്മു നാഷണൽ ഹൈവേ 44 ക്വാസിഗണ്ടിനെയും ബനിഹാളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന 8.45 മീറ്റർ ദൂരമുള്ള ഒരു ടണലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. 2011 പണി ആരംഭിച്ച് 2021 ഇതിൻ്റെ പണി അവസാനിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു. 2100 കോടി രൂപ
ചിലവ് വന്ന ഒരു പദ്ധതിയാണ്. ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും രണ്ട് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് ടണലുകളുണ്ട്. അതുപോലെ തന്നെ ടണലുകളെ ഓരോ 500 മീറ്ററിലും ഈ 2 ടണലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസേജുകളും നിലവിലുണ്ട്. അതായത് ഇൻ കേസ് ടണലിൻ്റെ എവിടെയെങ്കിലുമൊക്കെ മണ്ണിടിഞ്ഞു എല്ലാം മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാസേജ് വഴി അപ്പുറത്തെ ടണൽ വഴി രക്ഷപ്പെടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും 2 മുതൽ 3 മണിക്കൂർ വരെ യാത്രാസമയം എടുക്കുന്ന ഒരു ദൂരത്തെ ഈ ഒരു ടണൽ വെറും 15 മിനിറ്റ് ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഗുഹയുടെ ഉള്ളിൽ ബ്ലോക്കിൽ കുടുങ്ങി കേട്ടോ. ഞാൻ ഈ ഒരു ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഒരു ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്നത്. സമാധാനമായി, ഒടുവിൽ വെളിച്ചം കണ്ടു. ആ തുരങ്കം ചാടി ഇതാ ഇപ്പുറത്തേക്ക് വന്നേ. കുറേ കിലോമീറ്ററുകൾ നമ്മൾ ചുരമെല്ലാം കയറി ഇറങ്ങി വരേണ്ട റൂട്ടാണ്. ബട്ട് ഈ ഒരു പുതിയ പാത, പുതിയ തുരങ്കം എല്ലാത്തിനും മാറ്റം വരുത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ ബനിഹാൾ എന്ന് പറയുന്ന ടൗണിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മളുണ്ടല്ലോ നേരെ ഹോട്ടലിലോട്ട് കയറി നമ്മുടെ ആ ഉരുട്ടിയ മട്ടൻ്റെ ആ ഒരു സാധനമില്ല, ആ ഒരു സാധനം ചോറ് കാണാം കേട്ടോ പറഞ്ഞത്. നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. ചോറും മട്ടൻ കറിയും 200 രൂപയായി കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടെ നല്ല 8ൻ്റെ ബ്ലോക്കാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന സാധനമാണ് കേട്ടോ. ബ്ലോക്ക്, ഈ റൂട്ട് മുഴുവൻ ബ്ലോക്കാണ്. കുറേ ആട്ടുംപറ്റത്തിനെ മേച്ചുകൊണ്ട് 3-4 ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇതുങ്ങളെ കൊണ്ട് കുറേ ബ്ലോക്കായിട്ടുണ്ട്. മലയുടെ ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ ഇവിടെയെല്ലാം ചെറിയ ചെറിയ തുരങ്കങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മല വെട്ടി ഒരുക്കിയ ആ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തുരങ്കത്തിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മാപ്പിൽ കാണാതെ നേരെ സ്ട്രെയിറ്റ് നമുക്ക് പിടിക്കാവേ. പക്ഷെ തുരങ്കത്തിനുള്ളിൽ വെള്ളമൊക്കെ ആണല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഇന്ന് നബിദിനം ആയതുകൊണ്ട് വരുന്ന എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവര്. എന്തായാലും നല്ല കാര്യം. പല തുരങ്കങ്ങളും ടണലുകളും ഒക്കെ കടന്ന് നമ്മൾ യാത്ര വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. സമയം ഏകദേശം വൈകുന്നേരത്തോടെ ആയി കേട്ടോ. നമ്മളുണ്ടല്ലോ ഇതാ ഈ ഒരു മലേനെ ക്രോസ് ചെയ്ത് ആ ഒരു തുരങ്കം വഴി ഇപ്പുറത്തേക്ക് വന്ന് ആ ഒരു തുരങ്കം ഇല്ലായിരുന്നെങ്കിൽ നമ്മളുണ്ടല്ലോ ഇതിൻ്റെ താഴേക്കൂടെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് വഴി ഇങ്ങനെ കറങ്ങി അതിലേക്ക് കയറി അങ്ങനെ അപ്പുറം പോകണമായിരുന്നു കേട്ടോ. എന്തായാലും ഒരു ടെക്നോളജിയേ. ഇനിയുണ്ടല്ലോ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇന്നത്തെ ദിവസത്തെ റൈഡ് ഒരു വല്ലാത്ത റൈഡാണ്. ഒരേ ഓട്ടം മടുത്തുപോയി. പോരാത്തതിന് നല്ല ട്രാഫിക്കാണ് കേട്ടോ ഈ റൂട്ടിൽ. ഭയങ്കര ട്രാഫിക് ജാമും ഒക്കെ കൂടി കാലെല്ലാം വേനെടുക്കും. കുറേ ദിവസമല്ല നമ്മൾ ഇത്രയും ദൂരം ഓടിയിട്ട്. ആക്ച്വലി ഇവിടെ നിന്ന് ഈ ഒരു റോഡ് ഇനിയും ഉണ്ട് 100 മേലെ കിലോമീറ്റർ ദൂരം നമ്മുടെ ജമ്മുവിലേക്ക്. ഇന്നെന്തായാലും നമ്മൾ ജമ്മു എത്തൂല. അപ്പോൾ ജമ്മുവിന് മുമ്പ് ഉദ്ധംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് മാക്സിമം അവിടെയെങ്കിലും പിടിക്കാൻ നോക്കാം കേട്ടോ. നല്ല ക്ലിയർ വെതർ ഇങ്ങോട്ടേക്ക്. മഴയില്ല, വെയിലില്ല, ഒന്നും പറയുന്നില്ല ഞാൻ. ഈ മലയിറങ്ങി താഴോട്ടേക്ക് വരുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടമാണ് ഉള്ളിലുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയം എപ്പോഴും എനിക്ക് വലിയൊരു എനർജിയാണ്. ശരിക്കും ഞാൻ ബാക്ക് പാക്കർ സുധി ആയത് തന്നെ ഹിമാലയം കണ്ടാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഇൻസ്പിറേഷനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടിരുന്നത് ഈ ഹിമാലയം മലനിരകളൊക്കെയാണ്. അതിനോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ താഴെ പ്ലെയിൻ ഏരിയയിലേക്ക് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു സങ്കടം. നമ്മളങ്ങനെ ഇന്ന് എത്തണ്ട എന്ന് വിചാരിച്ച ജമ്മുവിലേക്ക് തന്നെ അവസാനം എത്തിച്ചേർന്ന് കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പോകണ്ട എന്ന് വിചാരിക്കേണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട എന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ പ്രഭാകരൻ നമ്മളെ കൊണ്ടെത്തിക്കും. റൂം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ സിംഗിൾ റൂമില്ല, ഡബിൾ റൂമേ ഉള്ളൂ. 700 രൂപ. 700 രൂപ ഞാൻ നമുക്കിപ്പോൾ താമസിക്കണ്ട. കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മളുണ്ടല്ലോ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ അടുത്തുള്ള ലോഡ്ജുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 1000 രൂപയാണ് റേറ്റ് പറഞ്ഞത്. നോക്കട്ടെ, എനിക്കൊരു 500 രൂപ താഴെ കിട്ടിയാൽ എടുക്കാൻ പറ്റുള്ളൂ. ഗുഡ് മോർണിംഗ്. നമ്മളെങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അത് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അവിടെ നിന്നൊരു പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. എന്തായാലും കൊള്ളാം. നമ്മൾ ഇന്നലെ താമസിച്ചത് ഇതാ ഈ ഒരു ഹോട്ടൽ, താഴെ ഹോട്ടലുണ്ട്. ആ ഒരു മാരുതി ലോഡ്ജാണ്. അവരുടെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും പൈസ കുറഞ്ഞ റൂം ഇത് മാത്രമേ ഉള്ളൂ. റൂമിലാണ്. ഇതാണ് കേട്ടോ റൂമ്. 500 രൂപ. പൈസ കൂടുതലാണ്. ജമ്മുവിൽ മൊത്തത്തിൽ പൈസ കൂടുതലാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൻ്റെ പേരെന്നാ തക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുർക്കറയൊക്കെ പൊട്ടിയൊരു സാധനമാണ്. അതും വെള്ളമുണ്ട്.
തൽക്കാലം ഒന്നും പ്ലാനായിട്ടില്ല. ഇനി അങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം. നോർമലി ഉണ്ടല്ലോ എനിക്ക് ഈ ഒരു ഹിമാലയൻ റേഞ്ച് ഇറങ്ങി താഴോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 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 എന്താ പറയുക, ഒരു നിശ്ചലാവസ്ഥ വരും. അതിനെന്താ പറയുക, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊരു തിരിയാത്തൊരു ദിവസം. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു പ്ലാനും ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തായാലും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. 12 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജമ്മു പട്ടണത്തിൻ്റെ ഒരു ഏകദേശ രൂപം കാണാൻ പറ്റുമേ. ജമ്മു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനമാണ് കേട്ടോ. 6 മാസം നമ്മുടെ ശ്രീനഗറിലും 6 മാസം ഇവിടെ മഞ്ഞ് പെയ്യുമ്പം താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവിടെ തലസ്ഥാനം, അതുവരെ മേലെ തലസ്ഥാനം. ആ ഒരു രീതിയിലാണ്. എന്തായാലും അടുത്ത സ്ഥലങ്ങൾ പ്ലാനിങ് ചെയ്തിട്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ ഇതാ നമ്മുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത്, ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെക്കൗട്ട് ചെയ്തു. ഇന്നലെ ഉണ്ടല്ലോ നമ്മൾ വണ്ടിയിൽ ബാക്കിയുള്ള ലഗേജ് എല്ലാം വണ്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഹോട്ടലിൻ്റെ ഇവരുടെ തന്നെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും എടുത്തില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു ബാഗ് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളിനിയിപ്പോൾ പ്രഭാകരൻ്റെ മേലെ പാക്ക് ചെയ്യുന്നു. അതിന് ശേഷം വഴിയിൽ വെച്ച് കാണാം. നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടൗണിൻ്റെ തിരക്കിൽ നിന്ന് പുറത്ത് കിടക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ജമ്മു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള, ഏകദേശം ഒരു ബാംഗ്ലൂരിൻ്റെയൊക്കെ ഒരു ടൈപ്പ്, ചില ഭാഗങ്ങൾ, എല്ലാ ഭാഗങ്ങളും അല്ല, ചില ഭാഗങ്ങളൊക്കെ ബാംഗ്ലൂരിൻ്റെയൊക്കെ ഒരു ടൈപ്പുള്ള ഒരു ടൗൺ ഏരിയ ആണ് കേട്ടോ. ജമ്മുവിൽ നമുക്ക് ഒരുപാട് വൈൻ ഷോപ്പുകൾ കാണാം. ഇത് റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ശ്രീനഗറിൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. വലിയ ഷോപ്പിംഗ് മാളുകളും വലിയ വലിയ റോഡുകളും ഒക്കെ ആയിട്ട് ഒരു പക്ക ടൗൺ തന്നെയാണ് കേട്ടോ ജമ്മുവേ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ശരിക്കും ഇവിടെ നിന്ന് ഞാനിപ്പോൾ പാട്യാലയാണ് ലക്ഷ്യമിട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് NH44 കൂടി സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ എത്തുക. പക്ഷേ നമുക്ക് ഹൈവേ കൂടി പോയിട്ടുണ്ടെങ്കിൽ രസമില്ലല്ലോ. അപ്പോൾ ഞാൻ വേറെ റൂട്ട് എടുത്തേ. അത് കുറച്ചും കൂടി ഉള്ള ഏരിയയിലൂടെ കയറുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് നല്ല വഴികൾ വേണ്ട, മോശം വഴികൾ വരട്ടെ. ഫ്രണ്ട്സ്, പണിപാളി. ഇതുപോലൊരു റോട്ടിലേക്കാണ് നമ്മുടെ വഴി വന്ന് അവസാനിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പോയി നോക്കാം അല്ലേ? പോയി നോക്കുക തന്നെ. നമുക്ക് മുമ്പോട്ട് വെച്ച കാലം, നമുക്ക് മുമ്പോട്ട് വെച്ച ടയർ പ്രഭാകരന് പിന്നോട്ടേക്ക് ഇല്ലാത്തതാണ്. ക്രോസ് ചെയ്ത് നോക്കാം നമുക്ക്. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്ത് വലിയ വെള്ളമില്ല. വലിയ വെള്ളം വരുന്ന റോഡാണ്. വണ്ടിയെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സ്നേഹമുള്ള ചില വണ്ടിക്കാരെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം വന്നപ്പം അയ്യോ നിങ്ങളുടെ വഴി തെറ്റി, ഹൈവേ ഇതിലെയല്ല, വലത്തോട്ട് അങ്ങോട്ടേക്കായിരുന്നു പോകേണ്ടതെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഞാനേ വഴി തെറ്റാൻ വേണ്ടി തന്നെ ഇതുവഴി വന്നതാന്ന് പറഞ്ഞു. ഉള്ള ഏരിയയിൽ ഒരു ആൽമരച്ചോടും അതിൻ്റെ അകത്തിരുന്ന് വർത്തമാനം പറയുന്ന ആളുകളെയൊക്കെ. അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസിലെത്തിയ കുറേ നാൾ കൂടി ട്രെയിനൊക്കെ കണ്ടു കേട്ടോ. അതാ ട്രെയിനെല്ലാം പോകുന്നു. നമുക്കുണ്ടല്ലോ ഇവിടെ നിന്നൊരു ചായ കുടിക്കാം. രാവിലെ ജസ്റ്റ് ആ ഒരു കുക്കർ പോലത്തെ കാണാമല്ലോ, കഴിച്ചിട്ടുള്ളൂ. വിശക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലുണ്ടല്ലോ കടുക് പാടങ്ങളെല്ലാം ഇതാ നല്ല മഞ്ഞ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്താണ് നമ്മൾ ട്രിപ്പ് തുടങ്ങിയത്. ഒക്ടോബർ അവസാനം, നമ്മൾ നവംബറിലാണ് തുടങ്ങിയത്. ഈ ഒരു ഏകദേശം ഈ ഒരു കാലാവസ്ഥയ്ക്കുള്ള സമയത്താണ്. ഈ മഞ്ഞപ്പൂ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങി പൂവൊക്കെ ഏതാണ്, ഏതൊക്കെ വിളകളാണെന്നൊക്കെ ഉള്ളത്. ഇന്ത്യ യാത്ര കൊണ്ടുള്ള ഗുണം കണ്ടോ നിങ്ങൾ. നമ്മളുണ്ടല്ലോ ജമ്മു കാശ്മീരിൻ്റെ ബോർഡർ വിട്ട് ഏകദേശം പഞ്ചാബിൻ്റെ ആ ഒരു പോർഷനിലേക്ക് എത്തി. ഏകദേശം ഒരു 50-55 കിലോമീറ്റർ നമ്മൾ പഞ്ചാബിലോട്ട് കിടക്കും. അതിന് മുന്നോടിയായിട്ട് തലപ്പാവൊക്കെ വെച്ച നല്ല ഒന്നാന്തരം സിഖുകാരെയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ദേഗ് നള എന്നാണ് ഈ ഒരു പുഴയുടെ പേര്. ഈ ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഒഴുകി 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 താഴോട്ടേക്ക് പാകിസ്ഥാനിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് അങ്ങ് ദൂരെയായിട്ട് മേലെ നമ്മുടെ ഹിമാലയൻ റേഞ്ചെല്ലാം ദൂരെ നിന്ന് ഇവിടുന്ന് കാണാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഹിമാലയം കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഞാനുണ്ടല്ലോ ഈ ഒരു മരച്ചോടും ഇവിടെ ഒരു അപ്പൂപ്പനും കിടന്നുറങ്ങുന്ന കണ്ടിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നതാണ്. നല്ല ഭംഗി. കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കാം. കൂട്ടത്തിലൊരു ചായ ഉണ്ടെങ്കിൽ ചായയും കുടിക്കാം. ഈ റോഡരികിലുള്ള ഇതുപോലൊരു കടയിലെ ഇങ്ങനെ ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പൂപ്പൻ എണീറ്റ് കേട്ടോ. अभी मैम वो पठानकोट जा रहे हैं। पठानकोट? हाँ पठानकोट। आया इधर कहाँ से? अभी मैं जम्मू से। जम्मू आके गया था? हाँ हाँ। श्रीनगर गया था? हाँ श्रीनगर गया। बहुत बुरा हाल है। लद्दाख गया पूरा पूरा। चलो बैठ कर बात करते हैं, चाय बना लेता हूँ। ओके चाय। बैठो खुशी है। അപ്പം ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന പൂപ്പനാണ് കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. നീ പോയിരിക്കും അവിടെ. ഞാനിത് ചായ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഷഡേന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ
ചെറിയ ചെറിയ കടകൾ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് ഇവിടെ കയറി പ്രഭാകരനും ഒരു വിശ്രമം, എനിക്കും ഒരു വിശ്രമം, മൊത്തത്തിലൊരു രസം. गाड़ी अपना है? हाँ ये मेरा गाड़ी है. तो तो भाई नाना जी ओके थैंक ഓക്കെ. ഇപ്പോൾ ഭയ്യാജിനോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഭയ്യാജി അല്ല, നാനാജി അങ്ങനെയല്ല പറയാം. അതെ, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ പണ്ട് ആർമിയിൽ വർക്ക് ചെയ്തപ്പോൾ കഥകളൊക്കെ പറഞ്ഞ് കേട്ട് ഞാൻ വീണ്ടും നമുക്ക് ഈ സൈഡാണ് പോകേണ്ടത്. ഇങ്ങോട്ടേക്ക് പഞ്ചാബാണ് കേട്ടോ ഈ റൂട്ട്. 37 കിലോമീറ്റർ കൂടി പോയിട്ട് നമ്മൾ പഞ്ചാബ് കയറുക. ആക്ച്വലി ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണിക്കുന്ന ടൈം നിങ്ങൾ ശ്രദ്ധിച്ചോ, 2:56 എന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ടൈം. ശരിക്കും പറഞ്ഞിട്ടുണ്ട് സമയം ഇപ്പം അത്രയല്ല. ഞാൻ ഇത്രയും നേരം ഈ ഒരു ടൈം വിശ്വസിച്ച് വന്നതാണ് കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ടൈം സോണിൽ ഇതാ ടൈം കറണ്ട് ടൈം ഇപ്പോൾ ഉള്ളത് സെറ്റിങ്സിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ടൈം വ്യത്യാസം. ഇവിടുത്തെ അപ്പൂപ്പിനോട് ചോദിച്ചപ്പോൾ വേറെ ടൈമാണ് പറഞ്ഞത്. അതായത് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ടൈം സോൺ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ ഓപ്ഷൻ്റെ അകത്ത് ഇപ്പോൾ കിടക്കുന്നത് പാകിസ്ഥാൻ്റെ സ്റ്റാൻഡേർഡ് ടൈമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതെൻ്റെ ഓൺ തന്നെയായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോർഡർ റീജിയനിലെങ്ങാണ്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനിലെ ടൈമാണ്. ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സമയം വന്നിട്ട് 3:27 കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇത്രയും നേരം ഞാൻ ഒരു മണ്ടനെ പോലെ എൻ്റെ ഫോൺ കാണിച്ചു തന്ന ടൈം വിശ്വസിച്ച് വന്നു, സമയം പോയില്ല എന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മളുണ്ടല്ലോ ഒരുപാട് നാളത്തെ യാത്രകൾക്കൊടുവിൽ ജമ്മു കാശ്മീരിനോട് കാഴ്ചകൾക്കൊടുവിൽ വിട പറയുകയാണ്. താങ്ക്സ് ടു വിസിറ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞത് അവിടെ ഒരു ബോർഡുണ്ട്. യെസ്, നമ്മൾ അടുത്ത സംസ്ഥാനത്തിൻ്റെ അതിർത്തി കിടക്കുകയാണ്, പഞ്ചാബിൻ്റെ അതിർത്തിയെ. പഞ്ചാബ് പോലീസിനെയൊക്കെ കണ്ടത് നമ്മുടെ തലപ്പാവൊക്കെ വെച്ച പഞ്ചാബി പോലീസ് ഓഫീസർ. സ്റ്റേറ്റ് നമ്പർ 25. റോഡ് സൈഡിൽ എന്തെല്ലോ പൊരിക്കുന്നും പറക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഭക്ഷണത്തിൻ്റെ കാഴ്ചകളുടെ ഒക്കെ ഒരു വൈവിധ്യമായിരിക്കും പഞ്ചാബ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പഞ്ചാബ് സീരീസോടെ നമുക്ക് ആ സംശയം മാറ്റാം. ഒരു 50 GB വണ്ടീനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്താ അത്, ഓട്ടോറിക്ഷയോ ജീപ്പോ ലോറിയോ നിസാനോ എന്താ സാധനം? ഫ്രണ്ട്സ്, വെൽക്കം ടു പത്താൻകോട്ട് എന്ന് എഴുതിയിട്ട് പത്താൻകോട്ട് സിറ്റി നമ്മളിതാ വെൽക്കം ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പത്താൻകോട്ടിൽ കുറച്ചധികം കറങ്ങിയതിന് ശേഷം റൂം എടുത്തു. 450 രൂപയ്ക്ക് കുറച്ച് കറങ്ങിയ 450 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടി. ഞാനിപ്പോൾ പുറത്ത് പോയി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നു. കാരണം രാവിലെ മുതൽ അധികം ഒന്നും കഴിക്കാത്തില്ല. അന്നേരം ഇപ്പോൾ രാത്രി ഇന്നത്തെ ഡിന്നർ ഫ്രൂട്ട്സൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. റിച്ച് ആയിക്കോട്ടെ, വൈറ്റമിൻ റിച്ച്. അന്നേരം നമ്മൾ കാശ്മീരിൻ്റെ കാഴ്ചകളും ജമ്മുവിൻ്റെ കാഴ്ചകൾ, ജമ്മു അധികമൊന്നും കാണിച്ചില്ല, കുറച്ച് കാഴ്ചകൾ ഒക്കെ കാണിച്ചിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങി വീണ്ടും നെറ്റ്വർക്കുള്ള എൻ്റെ ഫോണൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു റീജിയനിലേക്ക് എത്തി. ഇത്രയും നാളെ എന്നെ കോൺടാക്ട് ചെയ്തവർക്ക് എൻ്റെ കോൺടാക്ട് നമ്പറുകളൊന്നും വർക്കിംഗ് ഉണ്ടാവില്ല. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ആ നെറ്റ്വർക്കുള്ള റീജിയനിലേക്ക് വന്നത്. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ആ ഒരു ജമ്മു കാശ്മീർ റീജിയനിൽ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ചില 2-3 കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാരണം നമ്മൾ ഓൾറെഡി ഏകദേശം 2 മാസത്തോളമായി ആ ഒരു ലഡാക്ക്, ജമ്മു റീജിയനിലൊക്കെ, കാശ്മീർ റീജിയനിലൊക്കെ കിടന്ന് കറങ്ങുന്നു. അപ്പം ആ ഒരു കണ്ട കാഴ്ചകളൊക്കെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് പുതിയ ടെറൈൻ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ തേടി താഴോട്ടേക്ക് ഇറങ്ങിയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു കാശ്മീർ റീജിയൻ എന്നൊക്കെ കേട്ട വാർത്തകളില്ലേ, വാർത്തകൾ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചതാണ്, എന്തൊക്കെയാണ് എങ്ങനെയാണോ ഉള്ളതെന്നുള്ളത്. എന്നിരുന്നാലും ഇപ്പം നമ്മളുടെ വീഡിയോ, നമ്മളെ ആ ഒരു റിലേഷനുള്ള, ആർമി ആയിട്ടുള്ള റിലേഷനുള്ള ആളുകൾ, ജനങ്ങളുള്ള ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഡിസ്ലൈക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു 10% അല്ലെങ്കിൽ 15% വരുന്ന ഒരു വിഘടനവാദ ചിന്താഗതിയുള്ള ആളുകൾ, അവർ മാറാണ്ടൊന്നും പോകത്തില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു ചിന്താഗതിയുള്ള ആളുകളുടെ മുമ്പിലേക്ക് നമ്മുടെ വീഡിയോ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്ത് വരിക, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് അതുപോലുള്ള ആളുകളുടെ മുമ്പിൽ പെടുകയോ അവരെ എൻ്റെ
വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ അവരുടെ തോക്കിലൊരുണ്ട ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ട് ഞാൻ തിരിച്ചിറങ്ങുവാണ് തൽക്കാലത്തേക്ക്. നമ്മളെന്തായാലും കാശ്മീരിൻ്റെ മുഴുവൻ കാഴ്ചകളായിട്ടില്ല, ഇനിയും നമുക്ക് പോകേണ്ടതുണ്ട്. ആ കാഴ്ചകളിലോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ നമ്മുടെ പഞ്ചാബിലേക്ക് വന്നിറങ്ങി. ഇനി മുതൽ പഞ്ചാബിൻ്റെ കാഴ്ചകളും എന്തൊക്കെയാണ് പഞ്ചാബ് നമുക്ക് വേണ്ടി കരുതി വെച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത പഞ്ചാബിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകണമെന്നും അത് അനുഭവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ഹെൽപ്പുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പഞ്ചാബിൻ്റെ റീജിയനിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിട്ടുപോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു ഡീറ്റെയിൽസ് കമൻ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ പോവുകയും ആ സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് കളക്ട് ചെയ്യുകയും അത് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ടൊരു സപ്പോർട്ടാണ്. അപ്പം കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ക്യാമറയുടെ പ്രോബ്ലം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് റൈഡിങ്ങിലുള്ള വിഷ്വൽസ് ഒന്നും അധികം ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. നോർമലി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്ന വിഷ്വൽസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി നിങ്ങളുടെ മുമ്പിലോട്ടൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വൈകുന്നത്. കാരണം എനിക്ക് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് കുറച്ചധികം ആ ഒരു സൗണ്ടിലൊക്കെ കുറച്ചധികം മാറ്റങ്ങളും കുറച്ച് ആ സൗണ്ടൊക്കെ ആഡ് ചെയ്യേണ്ടതും അങ്ങനെയൊക്കെ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ വൈകുന്നതും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിലും നമ്മുടെ യാത്ര എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ പോകും. ഞാൻ ഈ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ഉണ്ട്, കൂടെ സ്നേഹം മാത്രം.